വിഷയത്തിലേക്ക് വരാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്ത് പങ്കുവെച്ച ഒരു ചരിത്രമാണ് എൻ്റെ മുഅ്മിനീങ്ങളെ. ഈ നൂറെ ഹബീബിന്റെ ആത്മീയ സദസ് സലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസ് അത്ഭുതങ്ങളാണ് എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത്, പ്രിയപ്പെട്ട ഭാര്യയും ഈ നൂറെ ഹബീബിന്റെ ആത്മീയ സദസ്സ് മുടങ്ങാതെ കാണുന്നവരാണ്. എന്നാൽ ഈ സഹോദരിയുടെ സഹോദരൻ ഈ നൂറെ ഹബീബിന്റെ ആത്മീയ സദസ്സിനെ കുറിച്ച് ഈ സഹോദരിയോട് മോശപ്പെട്ട രൂപത്തിൽ സംസാരിക്കുകയുണ്ടായി. എന്തിനാണ് രാവിലെയും വൈകുന്നേരവും ഒരുപാട് പൈസയൊക്കെ ചെലവാക്കി നെറ്റ് കഴിയാൻ വേണ്ടിയിട്ട് ഈ സദസ്സ് കാണുന്നത്? എന്താണ് ഇതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സഹോദരിയെ വല്ലാതെ പുച്ഛിച്ചു എന്നാണ് പറയാൻ കഴിഞ്ഞത്. എന്നാൽ എൻ്റെ മുഅ്മിനീങ്ങളെ, അതിനുശേഷം ഈ പറയപ്പെട്ട ഈ വ്യക്തി ഒരു യാത്ര പുറപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു ടൗണിൽ തന്റെ വാഹനം പാർക്ക് ചെയ്ത് ലോക്ക് ചെയ്തിട്ട് തന്റെ കുടുംബത്തിന് വസ്ത്രങ്ങളും മറ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു തുണിക്കടയിൽ കയറിയിട്ട് തിരിച്ചു വന്നിട്ട് കാറ് ലോക്ക് തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത്, കാർ ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ ചാവി ഉണ്ടായിരുന്നില്ല. ചാവി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. മക്കളുണ്ട് കൂട്ടത്തിൽ, ഭാര്യയുണ്ട്, മഴ വരാൻ തുടങ്ങിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിച്ചേരണമെന്ന ആഗ്രഹത്തോടുകൂടി ഈ ചെറുപ്പക്കാരൻ കാറിന്റെ പരിസരത്തേക്ക് വന്ന സമയത്ത് തന്റെ ചാവി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നേരം വെളുക്കുന്ന സമയത്ത് തന്റെ സഹോദരിയോട് പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഈ നൂറെ ഹബീബിന്റെ സദസ്സ് നീ കാണുന്നത്? ഫോണിലെ നെറ്റൊക്കെ ചെലവഴിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആത്മീയ സദസ്സ് നീ വീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കിയതാണ്. എന്നാൽ എന്റെ മുഅ്മിനെ, 1.5 മണിക്കൂർ ഈ ചെറുപ്പക്കാരൻ ഈ ചാവി അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ ചാവി കിട്ടിയില്ല. അവസാനം എന്റെ മുഅ്മിനെ തന്റെ സഹോദരിയെ വിളിക്കുകയാണ്. രാവിലെ ആരോടാണോ ഈ നൂറെ ഹബീബിന്റെ സദസ്സിനെ പറ്റി കളിയാക്കിയത്, നൂറെ ഹബീബിന്റെ ആത്മീയത്വങ്ങളെ ആരാണോ കൊച്ചാക്കി കണ്ടത്, ആ സഹോദരിയോട് വിളിച്ചു പറയാണ്, ഞാനിങ്ങനെ ടൗണിൽ വല്ലാത്തൊരു പ്രയാസത്തിലാണ്. തന്റെ ടൗണിൽ വലിയൊരു പ്രയാസത്തിലാണ്. 1.5 മണിക്കൂറായി കാറിന്റെ ചാവി നഷ്ടപ്പെട്ടിട്ട് പല ഭാഗത്തും നോക്കി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഈ സഹോദരി പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട്. ആ സഹോദരിയുടെ ഭർത്താവ് എന്നോട് നേരിട്ട് പറഞ്ഞൊരു സംഭവമാണ് എന്റെ മുമ്പിനെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സഹോദരിയുടെ ഭർത്താവ് ഈ സഹോദരി പറയാണ്, ആരെയാണ് നീ പുലർച്ചക്ക് കളിയാക്കിയത്? ആരെയാണ് പുലർച്ചക്ക് നീ കൊച്ചാക്കി കണിച്ചത്? അഹ്ലു ബൈത്തി കസഫീനത്തു നൂഹ്. അതാണ് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അൻ ഹസൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ മുസ്തൽസീന ലിന്നാസ് യുഫ്തർ ലിഅഹദിൻ ഫിൽ ആഖിറ ബാബുൻ ഇലൽ ജന്നത്തി ഫയുഖാലു ലഹു ഹലുമ്മ ഫയജീബു ബിഖർബിഹി. 1400 വർഷങ്ങൾക്ക് മുമ്പേ അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ഇന്നൽ മുസ്തഅ്സീന ലിന്നാസ്. ചില ആളുകളുണ്ട് മറ്റുള്ളവരുടെ ന്യൂനത പറയുകയാണ് അവർക്ക് പണി. ആളുകൾ കൂടുന്ന സ്ഥലത്ത് മറ്റുള്ളവരുടെ പോരായ്മ പറയുന്ന ചില ആളുകളുണ്ട്. അവർക്ക് എന്തെന്നറിയോ അവരുടെ അവസ്ഥ? യുഫ്തർ ലിഅഹദിൻ ഫിൽ ആഖിറതി ബാബുൻ ഇലൽ ജന്ന. നാളെ മഹ്ശറ വൻസഭയില് എന്റെ മുഅ്മിനെ, ഒരു ചാൺമുകളിൽ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ചിരിക്കുന്ന വേളയില് നമ്മളൊക്കെ ആഗ്രഹിക്കും അർശിന്റെ തണല്, ആ സമയത്ത് ഫയുഖാലു ലഹു, സ്വർഗത്തിന് 8 വാതിലുണ്ട് എന്റെ മുഅ്മിനെ. ആ 8 വാതിൽ നിന്ന് ഒരു വാതിൽ അങ്ങോട്ട് തുറക്കുകയാണ്. എന്നിട്ട് ആ വാതിലിന്റെ ഉള്ളിൽ നിന്ന് അതാ ഒരു അശരീരി കേൾക്കുകയാണ്. ദുനിയാവിൽ ആരെയാണോ നീ കളിയാക്കിയത്, ദുനിയാവിൽ ആരെയാണോ നീ പോരായ്മ ചെയ്ത് ചൂണ്ടിക്കാണിച്ചിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞത് എങ്കില് ഈ സ്വർഗത്തിന്റെ വാതിലിൽ നിന്ന് ഒരു അശരീരി കേൾക്കുമെത്രേ, ഹലുമ്മ ഇങ്ങോട്ട് വാ എന്നിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് പറയും. ഈ മനുഷ്യൻ ആവേശത്തോടെ ആർത്തിയോടുകൂടി ആ സ്വർഗത്തിന്റെ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ നിൽക്കുന്ന വേളയില് ആ വാതിൽ കൊട്ടിയടക്കുകയാണ്. ആ വാതിൽ കൊട്ടിയടക്കപ്പെടും. സുബ്ഹാനല്ലാഹ്. ഈ മനുഷ്യൻ വേവലാതിപ്പെടുകയാണ്, ഈ മനുഷ്യൻ ബേജാറാവുകയാണ്. ഈ സമയത്ത് 8 വാതിൽ നിന്ന് മറ്റൊരു വാതിൽ തുറക്കുകയാണ്. എന്നിട്ട് ആ വാതിലിന്റെ പരിസരത്തിൽ നിന്ന്
അതാ ഈ ചെറുപ്പക്കാരനെ വിളിക്കും, ഹലുമ്മ ഹലുമ്മ, ഇങ്ങോട്ട് വാ, ഇതിലൂടെ പ്രവേശിച്ചോ. സുബ്ഹാനല്ലാഹ്. ഈ ചെറുപ്പക്കാരൻ വീണ്ടും ആ മറ്റേ വാതിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി നിൽക്കുന്ന വേളയില് ആ സ്വർഗത്തിന്റെ വാതിലും കൊട്ടി അടക്കുകയാണ് എന്റെ മുഅ്മിനെ. സുമ്മ യഫ്തഹു ലഹു ബാബുൻ ഫഇദാ ജാഉ ഖതബ്. എന്റെ മുഅ്മിനെ, അങ്ങനെ 8 വാതിലും മാറി മാറി തുടക്കുന്നു, അറക്കുന്നു, തുറക്കും, അടക്കും. ഹലുമ്മ ഹലും, അങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ എന്ന് പറയും. ആരാണ് ആ ചെറുപ്പക്കാരനെന്നറിയോ? ദുനിയാവിൽ മറ്റൊരാളുടെ ന്യൂനത മറ്റുള്ളവരോട് ഫോർവേഡ് ചെയ്തവരാണ്. ഈ നൂറേ ഹബീബിന്റെ ആത്മീയ സദസ്സിനെ കളിയാക്കുന്നവർ സൂക്ഷിച്ചോ എന്റെ മുഅ്മിനെ. ഈ ചെറുപ്പക്കാരൻ പറയാണ്, തന്റെ അളിയന് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ചാവി കിട്ടാത്തതിന്റെ വിഷമത്തില് മെയിൻ ടൗണിൽ ബേജാറായി നിൽക്കുമ്പോ സഹോദരി വിളിച്ചു പറയാണ്, ചാവി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഈ സഹോദരി പറഞ്ഞൊരു വാക്കുണ്ട്, നീ ആരെയാണ് കുറ്റം പറഞ്ഞത്? നീ ആരെയാണ് നിസ്സാരവൽക്കരിച്ചത്? നീ ആരെയാണ് കളിയാക്കിയത്? അത്ഭുതങ്ങളുടെ കലവറയായ നൂറേ ഹബീബിന്റെ ആത്മീയ സദസ്സിനെ നീ കളിയാക്കിയിട്ടുണ്ടെങ്കില് ഇതല്ല ഇതിന്റെ അപ്പുറം നിനക്ക് വരും. ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുക്കാത്രേ, ഇതല്ല ഇതിന്റെ അപ്പുറം നിനക്ക് വരുന്നു. സുബ്ഹാനല്ലാഹ്. അവസാനം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അത്രേ, സഹോദരി ഇനി ഞാൻ എന്താ ചെയ്യാ, ഇനി ഞാൻ എന്താ ചെയ്യാ? ഈ സഹോദരി പറഞ്ഞു അത്രേ, 11 സ്വലാത്തുൽ ഫാത്തിഹ നീ അവിടെ നിന്ന് ചൊല്ല്. 11 സ്വലാത്തുൽ ഫാത്തിഹ നീ നിന്റെ വാഹനത്തിന്റെ പരിസരത്ത് നിന്ന് ചൊല്ലിക്കോന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഈ ചെറുപ്പക്കാരൻ തൗബ ചെയ്ത് മടങ്ങാണ്. പടച്ചോനെ, അഹ്ലു ബൈത്തിനെ ഞാൻ കളിയാക്കിയിട്ടുണ്ട്, സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസിനെ ഞാൻ നിസ്സാരവൽക്കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 11 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയപ്പോ എന്റെ മുഅ്മിനെ അത്ഭുതം സംഭവിച്ചു, അത്ഭുതം സംഭവിച്ചു. താൻ തന്റെ മക്കൾക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തുണിക്കടയിലേക്ക് പോയപ്പോ തന്റെ മക്കള് ഡ്രസ്സ് ഇങ്ങനെ നോക്കുന്നതിനിടയിൽ ആ ചാവി ഈ തുണിയുടെ അടിയിൽ വെച്ചിട്ട് തുണിയൊക്കെ അതിന്റെ മുകളിലിട്ടിക്കാണ്. ഈ കടക്കാരൻ തുണിയൊക്കെ റെഡിയാക്കിയിട്ട് ആ റാക്കിലേക്ക് വെച്ച സമയത്ത് ഈ ചാവി കണ്ട് ഈ ചാവി എടുത്തു വെച്ചു. 11 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് ഈ ചെറുപ്പക്കാരൻ വീണ്ടും ഈ തുണിക്കടയിലേക്ക് പോയി 1/2 മണിക്കൂർ തെരഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ വീണ്ടും ഈ 11 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് ഈ തുണിക്കടയിലേക്ക് വീണ്ടും ചെന്ന സമയത്ത് ക്യാഷിൽ നിന്ന് ആ കാഷ്യർ ഈ ചാവി എടുത്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ആ ചെറുപ്പക്കാരൻ പറയാണ്, 1.5 മണിക്കൂർ ടൗണിലിരുന്നിട്ട് ഞാൻ വയർത്തൂന്ന്. നോക്കണം ഇങ്ങനെ എന്റെ മുഅ്മിനെ. അതാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, ഈ ഒരു മനുഷ്യനെ ദുനിയാവിൽ വെച്ചുകൊണ്ടൊരു മനുഷ്യനെ നീ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മദീന പള്ളിയുടെ പരിസരത്തിലൂടെ ഒരു ഉയരം കുറഞ്ഞ ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ ആയിഷ ബീവി പറഞ്ഞു അത്രേ, നബിയേ നബിയേ, ആ പോകുന്ന മനുഷ്യൻ കണ്ടോ, ഉയരം കുറഞ്ഞ ആളാ, ഉയരം കുറഞ്ഞ ആളാണെന്ന് പറഞ്ഞ സമയത്ത് അള്ളാന്റെ റസൂല് പറയുന്നു, ആയിഷ, ആ ചെറുപ്പക്കാരനെ പടച്ചവൻ അള്ളയാണ്, എന്നെയും നിന്നെയും പടച്ചവൻ അള്ളയാണ്. ഈ ഭൂമി ലോകത്തേക്ക് ആദം നബി മുതല് അവസാനം സൂറെന്ന കാഹളത്തിൽ ഊതുന്നത് വരെ ഏതൊക്കെ മനുഷ്യൻ ജനിക്കുന്നുവോ പല പല രൂപത്തിലാണ് ആയിഷ പടക്കുന്നത്. അതുകൊണ്ട് അവരെ പറ്റി നിങ്ങൾ കുറ്റം പറയല്ലേ, അവരെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കല്ലേ. ആ മനുഷ്യന് പൊരുത്തമില്ലെങ്കിൽ, ആ മനുഷ്യൻ ഉയരം കുറഞ്ഞവനാണെന്ന് നീ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത തെറ്റാണ് ആയിഷ എന്ന് ലോകത്തിന്റെ നായകനെ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ